ഒന്നോ രണ്ടോ പ്രേമം പൊട്ടിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളിത് കേൾക്കണം. 3 ലവ്സ് തിയറി അഥവാ 3 പ്രണയങ്ങളുടെ സിദ്ധാന്തം എന്നൊരു സംഭവമുണ്ട്. ഈ സിദ്ധാന്തം അനുസരിച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാധാരണയായി 3 തരത്തിലുള്ള പ്രണയങ്ങൾ സംഭവിക്കും. ആദ്യത്തെ പ്രണയം വിവരവും പക്വതയും ഇല്ലാത്ത കാലഘട്ടത്തിലായിരിക്കും, ഫുൾ ഫാന്റസി ആയിരിക്കും. രണ്ടാമത്തെ പ്രണയമോ ഏറ്റവും കഠിനവും വേദനാജനകവുമായ പ്രണയം, വിൽ മീറ്റ് എ റെഡ് ഫ്ലാഗ് ഹിയർ ഫോർ ഷുവർ. ജീവിത പാഠങ്ങളും തിരിച്ചറിവുകളും ഇതിൽ നിന്നാകും ഉണ്ടാകുന്നത്. ദിസ് വിൽ ബി ഡീപ്പ് ആൻഡ് സോ ദാറ്റ് ഹാർട്ട് ബ്രേക്കിംഗ്. പിന്നെ മൂന്നാമത്തെ പ്രണയം, ഹീലിംഗ് പീരീഡിൽ വന്നെത്തുന്ന പ്രണയം. വലിയ ഡ്രാമയില്ല, പ്രോമിസസ് ഇല്ല, ജസ്റ്റ് റിയൽ തിങ്സ്. ആഴമുള്ള യാഥാർത്ഥ്യവും സമാധാനവും ഇതിലുണ്ടാകും. നമ്മെ അംഗീകരിക്കുകയും നമ്മോടൊപ്പം വളരുകയും ചെയ്യുന്ന ഒരു ബന്ധമായിരിക്കും ഇത്. ഇതായിരിക്കും മിക്കവരുടെയും ട്രൂ ലവ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലവ് അൺഫോർഗറ്റബിൾ ആയിരിക്കും, കാരണം അത് വല്ലാത്തൊരു പെയിൻഫുൾ മെമ്മറി ആയിരിക്കും നമുക്ക് തരുന്നത്. വാട്ട് വി റിയലി വോണ്ട്, എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗ്രീൻ ഫ്ലാഗ്സ്, നമുക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കി തരുന്നതും നമ്മുടെ നെക്സ്റ്റ് റിലേഷന് വേണ്ടിയിട്ട് നമ്മളെ പാകപ്പെടുത്തുന്നതും നമ്മളെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആക്കുന്നതും ഇൻ്റലക്ച്വലി മെച്യൂർഡ് ആക്കുന്നതുമൊക്കെ നമ്മുടെ സെക്കൻഡ് റിലേഷൻ ആയിരിക്കും. എല്ലാവരുടെയും കേസിൽ ഇത് സത്യമാവണമെന്നൊന്നും ഇല്ലാട്ടോ, ജസ്റ്റ് സം ഓൾ തിയറീസ്. ബട്ട് സ്റ്റിൽ ചിലർക്കെങ്കിലും ഇത് കുറച്ച് സമാധാനം തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരെണ്ണം പൊട്ടിയിരിക്കുന്നവരാണെങ്കിൽ ഇനി ഒന്നുകൂടി പൊട്ടുമല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുകയൊന്നും വേണ്ട. ദീസ് ആർ ജസ്റ്റ് സം ഓൾഡ് തിയറീസ്. എല്ലാവരുടെയും കേസ് ഇങ്ങനെയൊന്നും ആവണം എന്നുമില്ല.